എല്ലാവർക്കും ദ റോമിംഗ് ഗരാജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ നമ്മുടെ വാണ്ടർലസ് എക്സ്പെഡീഷൻ പവേർഡ് ബൈ ലക്സോൺ ടാറ്റയുടെ റോഡ് ട്രിപ്പ് സീരീസിലെ ലാസ്റ്റത്തെ വീഡിയോ ആണ്. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾക്ക് ഒരുപാട് നന്ദി. തുടർന്നും വീഡിയോസ് കാണുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. അതിനകത്ത് നമുക്ക് സംഭവിച്ച കാര്യങ്ങൾ, നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമുക്ക് ചാർജിങ്ങിന് എത്ര എക്സ്പെൻസായി, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചിലവുകൾ ഉണ്ടായത്, നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നമ്മൾ 14-ാം തീയതി ഇവിടെ നിന്ന് പോയി. അന്നേരം നമ്മുടെ വണ്ടിയുടെ SOH 88% ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് ചെക്ക് ചെയ്തപ്പോൾ അത് 87%. ഈ യാത്രയിൽ നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ട്, ആ ഒരു ഫാസ്റ്റ് ചാർജിങ്ങിന് ചെയ്തപ്പോൾ ഒരു ഹൈ വോൾട്ടേജ് എറർ അടിച്ചതല്ലാതെ വേറെ ഒരു എററും നമുക്ക് വന്നിട്ടില്ല. വണ്ടി ഒരിടത്തും നമ്മളെ തോറ്റു പോകുന്ന രീതിയിലോട്ട് ബാറ്ററി ഡ്രെയിനായി പോവോ അല്ലെങ്കിൽ നമ്മൾ വഴി കിടക്കേണ്ട ഒരു സാഹചര്യം ഒന്നും ക്രിയേറ്റ് ചെയ്തില്ല. നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ വണ്ടി 2,27,000 ചില്ലുവാനം കിലോമീറ്ററായി. നെക്സോൺ EVയുടെ പെർഫോമൻസ്, പ്രൈമിൻ്റെ പെർഫോമൻസ്, ബാക്കിയുള്ള വണ്ടികളെ പറ്റി എനിക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. കാരണം വെച്ചാൽ ഞാനത് ഓടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഫുൾ ഫ്ലെഡ്ജായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ലല്ലോ. നമുക്ക് 100% പറയാൻ പറ്റും നെക്സോൺ പ്രൈം പോലുള്ള വണ്ടികൾ കൊണ്ട് നമുക്ക് ലേ പോകാൻ പറ്റും, ഇൻക്ലൂഡിങ് നമ്മുടെ ടിയാഗോ. മനസ്സ് വിചാരിക്കണം, മനസ്സ് നമ്മൾ തീരുമാനം എടുക്കണം, നമ്മൾ ചാർജിങ് സ്റ്റേഷൻസ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ നല്ല ക്ഷമ വേണം. കാരണം വെച്ചാൽ ചെറിയ ക്ഷമയിലൊന്നും നമുക്ക് ഈ ചാർജിങ്ങുകളും കാര്യങ്ങളും ഒന്നും ചെയ്ത് തീർക്കാൻ പറ്റില്ല. കാരണം ഒരുപാട് സമയം നമുക്കിതിൻ്റെ പുറകെ നമ്മൾ മെനക്കെടണം. എന്നാൽ മാത്രമേ നമുക്ക് സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ഈ യാത്ര പോയിട്ട് വരാൻ പറ്റുള്ളൂ. യാത്രയിൽ നമ്മൾ ഒരുപാട് ദിവസം നൈറ്റൊക്കെ ഓടിക്കേണ്ടി വന്നിട്ടുണ്ട്. യാത്രയിലധികം ഓടിക്കാതിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എന്നിരുന്നാൽ പോലും നമ്മൾ ഈ ഹില്ലി ഏരിയാസിലോട്ടൊക്കെ പോകുമ്പോൾ ഞങ്ങൾ ലേക്ക് എത്തിയപ്പോഴത്തേന് ഏകദേശം 11 മണിയൊക്കെ ആയി രാത്രിയിൽ. അതൊന്നും അത്ര ഒരു നല്ല കാര്യമാണെന്ന് ഞാൻ പറയില്ല. കാരണം വെച്ചാൽ ഈ മലയുടെ മണ്ടയിൽ നിന്ന് കല്ലുകളൊക്കെ വീഴാം, നമുക്കൊന്നും കാണാനും മേല, അപകടം പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരാം. അങ്ങനെ നമുക്ക് നിർത്തിയിടാണ്ട് പറ്റുന്നൊരു സാഹചര്യമുള്ള സ്ഥലങ്ങളായിരിക്കുകയല്ല ചിലപ്പം. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ടൈം നോക്കിയിട്ട് വണ്ടി ഓടിക്കുക. എക്സ്പെൻസ് കുറച്ച് കയറി വരും, പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ധൈര്യമായിട്ട് പോയിട്ട് വരാം. കാരണം ഞങ്ങൾ ഈ ഹില്ലി ഏരിയയിൽ കൂടെയൊക്കെ പോയപ്പോൾ നമുക്ക് ഫീൽ ചെയ്തത് ഒന്നാമത് നോമാൻസ് ലാൻഡ് പോലത്തെ ഏരിയകളാണ്. അപ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ ആദ്യമായിട്ട് പോകുന്ന വഴിയും കൂടെ ആകുമ്പോൾ ഒരു ഭയം തോന്നും. അങ്ങനെയുള്ള വഴികളിൽ പോകുമ്പോൾ നമ്മളെപ്പോഴും നേരം വെളുത്തിട്ടോ അല്ലെങ്കിൽ സന്ധ്യ ആകുന്നതിന് മുമ്പ് നമ്മളൊരു സേഫ് ലൊക്കേഷനിൽ എത്താൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ കലാഷി എന്ന് പറഞ്ഞ ടൗണിൽ ഞങ്ങൾ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ എത്തിയതാണ്. പക്ഷേ മുന്നോട്ട് പോകാൻ 97 കിലോമീറ്ററേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ മുന്നോട്ട് പോയി. പക്ഷേ 4 മണിക്കൂർ കൊണ്ടാണ് നമ്മൾ ലേ എത്തിയത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറേ കൂടെ ശ്രദ്ധ വേണം. നമ്മുടെ ഈ നെക്സോൺ കൊണ്ടാണ് നമ്മൾ ഈ കളി മുഴുവൻ കളിച്ചത്. നെക്സോൺ EV പ്രൈം വണ്ടിയുടെ കാര്യത്തിൽ എനിക്ക് 100% സാറ്റിസ്ഫാക്ഷനാണ്. ഒരു കംപ്ലൈൻറ്റും ഇതുവരെ വന്നിട്ടില്ല, ഒരു പ്രശ്നങ്ങളും വന്നിട്ടില്ല നിലവിൽ. പിന്നെ പോയിട്ട് വന്നിട്ട് ആകെ മാറേണ്ടി വന്നത് നമ്മൾ ഇത് മാത്രമാണ്, വണ്ടിയുടെ വീൽ ബെയറിംഗ് ഒരെണ്ണം പോയിരുന്നു, അത് മാത്രം മാറി. വേറെ ഒരു കംപ്ലൈൻറ്റുകളും നിലവിൽ കാണിച്ചിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതാണെങ്കിൽ ഏകദേശം 72 പ്രാവശ്യം ചാർജ് ചെയ്തു. 72 പ്രാവശ്യം ചാർജ് ചെയ്ത് നടക്കുമ്പോൾ എല്ലാവരും ടെൻഷൻ വിചാരിക്കേണ്ട. മൾട്ടിപ്പിൾ ടൈംസ് ചാർജ് ചെയ്തെന്നുള്ളത് ശരിയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിച്ചേക്കുന്ന യൂണിറ്റ് നോക്കുവാണെങ്കിൽ 948 യൂണിറ്റാണ്. ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ 918 അങ്ങനെ എന്തോ ഒരു യൂണിറ്റ്. അപ്പോൾ ഒരു 30 യൂണിറ്റിൻ്റെ, അതായത് ഒരു ഫുൾ ചാർജിൻ്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. ചാർജിങ്ങിൻ്റെ എണ്ണം 72 എന്ന് വെച്ചാൽ ചിലതൊക്കെ നമ്മൾ 80 ചെയ്തിട്ടുണ്ട്, 62 ചെയ്തിട്ടുണ്ട്, 17 ചെയ്തിട്ടുണ്ട്. ആവറേജ് നോക്കുമ്പോൾ ചാർജിങ്ങിന് കോസ്റ്റ് ആയത് 24,449 രൂപയാണ് ആയത്. നമ്മുടെ ആവറേജ് പെർ യൂണിറ്റ് റേറ്റ് നോക്കുമ്പോൾ 25 ചില്ലുവാനും അത് 26 രൂപ.
ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്തേക്കുന്നത് നമ്മുടെ യുവോക്കിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് കോട്ടയത്ത്. അത് 16 രൂപയ്ക്ക്, ഞാനൊരു മെമ്പർ ആയതുകൊണ്ട് 16 രൂപയ്ക്ക്, 16 സംതിങ്, കറക്റ്റ് ഞാൻ ഓർക്കുന്നില്ല, അതിനാണ് ചെയ്തത്. അതാണ് ഈ യാത്രയിൽ ഏറ്റവും വില കുറച്ച് ചെയ്ത ചാർജിങ്. പിന്നെ അതിൽ താഴെ വരുന്നതാണ് ഇന്ത്യൻ ഓയിൽ BPCL. ഏറ്റവും റേറ്റ് കൂടിയത് ജിയോ BP ആണ്. കഴിഞ്ഞ ആദ്യത്തെ പ്രാവശ്യം നമ്മൾ സോൻമാർഗ് വരെ പോയത് വെച്ച് നോക്കുമ്പോൾ ഏകദേശം 3000 ചില്ലുവാനും രൂപയുടെ 3500 രൂപയോളം വ്യത്യാസം, അതായത് പ്രൈസിൽ കയറി വന്നിട്ടുണ്ട്. അന്ന് പോയി വരുമ്പോൾ നമുക്ക് ഓവറോൾ കോസ്റ്റ് ആയത് ആവറേജ് നോക്കുമ്പോൾ 21 രൂപയായിരുന്നു ആയത്. ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഒരു യൂണിറ്റിന് 25 രൂപ വന്നിട്ടുണ്ട്. കാലം മാറുന്നതനുസരിച്ച് റേറ്റ് മാറും, അതിപ്പോൾ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ആരുടെ ഒരു ഇതൊന്നുമല്ല. പിന്നെ ഒരു 27,000 രൂപ റൂം എടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കൂടുതലും മേക്ക് മൈ ട്രിപ്പും അഗോഡ എന്നുള്ള ആപ്പുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതെടുത്തേക്കുന്നത്. ഒരു അറൗണ്ട് അത് നമുക്ക് അത് കുറയ്ക്കുകയോ കൂട്ടുകയോ ഓരോ രീതി നമുക്ക് ചെയ്യാം. ചിലയിടത്ത് കൂടിയ റൂമിൽ കിടന്നിട്ടുണ്ട്, ചിലയിടത്ത് കുറഞ്ഞ റൂമിൽ കിടന്നിട്ടുണ്ട്. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും, അതൊക്കെ ഓരോരുത്തരുടെ സൗകര്യം. പിന്നെ ഭക്ഷണത്തിന് ഞാൻ പ്രത്യേകിച്ച് റേറ്റ് ഒന്നും പറയുന്നില്ല, കാരണം വെച്ചാൽ അത് ഓരോരുത്തർ കഴിക്കുന്നത് പോലെയും ഒക്കെ ഇരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ യാത്രയിലെ കാര്യങ്ങൾ. നമുക്ക് ചാർജിങ് സ്റ്റേഷനെ പറ്റി ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നെക്സോണുമായിട്ട് ഈ മുംബൈ വഴിയൊക്കെ വരുമ്പോൾ ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ചാർജിങ് സ്റ്റേഷൻസ് തമ്മിൽ. അപ്പുറത്തെ സൈഡിൽ കുഴപ്പമില്ല, ചാർജിങ് സ്റ്റേഷൻസ് ഉണ്ട്. ഇപ്പുറം വഴി വരുമ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരുപാട് ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെ ഇത് കൂട്ട് വണ്ടി കൊണ്ട് പോകുന്നവർ അതൊന്ന് ശ്രദ്ധിക്കുക, അത്രയേ ഉള്ളൂ. പോകുന്നതിന് മുമ്പ് ടയർ, വൈപ്പർ കാര്യങ്ങളെല്ലാം സെറ്റാക്കി പോവുക. കാരണം പോകുന്ന ടെറൈൻ അതുപോലത്തെയാണ്. ആർക്കും പോവാം, ഏത് പ്രായക്കാർക്കും പോവാം. നിങ്ങൾക്ക് എന്തെങ്കിലും യാത്രയെ പറ്റിയുള്ള ഡൗട്ടുകളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി കോൺടാക്ട് ചെയ്താൽ ഞാൻ കാണുന്നതനുസരിച്ച് ഞാൻ മറുപടി തരാം, അതൊന്നും വിഷയമില്ല. അപ്പം എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഈ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ വീഡിയോയിൽ നിങ്ങൾ പങ്കാളികളായി വന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനിയുള്ള എക്സ്പെഡിഷനും ഇതുപോലെ തന്നെ നിങ്ങളും എൻ്റെ കൂടെ വരിക. ഈ യാത്രയിലാണ് എനിക്ക് 5000 സബ്സ്ക്രൈബേഴ്സ് ആയത്, അതും ഒരു വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. എല്ലാവരും നല്ല നല്ല വീഡിയോ കാണുക, അത് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. തിരക്കുണ്ടാകുന്നറിയാം, എന്നാലും സമയം പോലെ കാണുക. അതുപോലെ എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എന്നെ കൊണ്ട് അറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ വില്ലിങ്ങാണ്. നിങ്ങളെല്ലാവരും നല്ല കണ്ടാലേ എനിക്കും അടുത്ത യാത്രകൾ ചെയ്യാൻ വേണ്ടി ഒരു മോട്ടിവേഷൻ യൂട്യൂബും തരുവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ചാനലൊന്ന് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്ത് വരും. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഈ വീഡിയോ അല്ല, ഒരു 10-20 എപ്പിസോഡ് ഇട്ടിട്ടുണ്ട്. അപ്പം അതെല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്നിരുന്നാലേ നമുക്കും പുതിയ വീഡിയോസ് ചെയ്യാനുള്ള ഒരു ഊർജ്ജം കിട്ടുകയുള്ളൂ. അപ്പോൾ ഓക്കെ. പലരും അതുപോലെ ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത പോക്ക് എങ്ങോട്ടാണ്, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. പല റൂട്ടുകൾ നോക്കുന്നുണ്ട്. ഏതായാലും യാത്രകൾ തുടർന്നുകൊണ്ടേയിരിക്കും.